TMCയുമായുള്ള ബന്ധം മാത്രമല്ല, മലപ്പുറത്ത് വിചിത്രമായ വേറെയും സഖ്യങ്ങളുണ്ട്. മലപ്പുറം നന്നമുക്ക് പഞ്ചായത്തിലാണ് UDFും CPIയും ഒരുമിച്ച് മത്സരിക്കുന്നത്. 16-ാം വാർഡിലാണ് UDF പിന്തുണയോടെ CPI മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ CPM തഴഞ്ഞു എന്നാരോപിച്ചാണ് CPI ഇവിടെ മത്സരിക്കുന്നത്. ജംഷീർ കൊടിഞ്ഞി തന്നെ വിവരങ്ങൾ നൽകും. ആദ്യം അതുമായി ബന്ധപ്പെട്ട പ്രതികരണം കേൾക്കാം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുന്നണി സംവിധാനത്തിലെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ഇറങ്ങി വന്ന സുമേഷിന് UDFിൽ കോൺഗ്രസിന് അനുവദിക്കപ്പെട്ട സീറ്റാണ്. ആ സീറ്റിലെ അവിടെ നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് CPIയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഐക്യകണ്ഠേന തീരുമാനിച്ചു. ജംഷീർ, ഇത് CPI ആയിട്ട് തന്നെയാണോ UDFിനൊപ്പം മത്സരിക്കുന്നത്? തീർച്ചയായിട്ടും നന്നമുക്ക് പഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് ആണ് CPIയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. ഈ വാർഡിൽ UDFിന് സ്ഥാനാർത്ഥിയില്ല. UDF പൂർണ്ണമായും ഈ CPIയുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് CPIയെ തഴയുന്നു എന്ന് ആരോപിച്ചായിരുന്നു ഈ വാർഡിൽ 16-ാം വാർഡിൽ CPIയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുമേഷ് പിടിവാനൂർ മത്സരിക്കുന്നത്. ഈ സുമേഷിനെ പിന്തുണക്കാനാണ് ഇപ്പോൾ UDF ഐക്യകണ്ഠേനെ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ UDFിന് സ്ഥാനാർത്ഥിയില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ CPIയും CPM തമ്മിലുള്ള മത്സരമായി മാറും എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് CPIയും CPI പിന്തുണച്ചുകൊണ്ട് UDFും രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വിചിത്രമായ പല സഖ്യങ്ങളും ഇപ്പോൾ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ UDF, മുസ്ലിം ലീഗ് അടങ്ങുന്ന കോൺഗ്രസ് അടങ്ങുന്ന UDF ഇപ്പോൾ CPIക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നു. CPI സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നന്നമുക്ക് പഞ്ചായത്തിലെ 16-ാം വാർഡിൽ അവർ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.